ഹായ്, ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് വയനാട്ടിൽ അമ്പലവയൽ എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഹെറിറ്റേജ് മ്യൂസിയത്തിലേക്കാണ്. നമ്മുടെ പൂർവികരുടെ ജീവിത രീതിയെക്കുറിച്ചും കലാ കായിക വാസനകളെക്കുറിച്ചും വ്യക്തമായ അറിവ് നൽകുന്ന വസ്തുക്കൾ ഒരു നിധി പോലെ ഇവിടെ സൂക്ഷിക്കപ്പെടുന്നുണ്ട്. അമ്പലവയൽ ടൗണിൻ്റെ ഒത്ത നടുക്കായി സ്ഥിതി ചെയ്യുന്ന ഈ മ്യൂസിയം തികച്ചും പഴയ കാലത്തിൻ്റെ സ്മരണയും ശാന്തതയും ഇന്നും നിലനിർത്തുന്നത് അത്ഭുതം തന്നെയാണ്. പ്രവേശന കവാടത്തിൽ തന്നെ ഒരു പഴയ കാലഘട്ടത്തിൻ്റെ പ്രതാപം നമുക്ക് വ്യക്തമാകും. പ്രവേശന കവാടം കടന്ന് നാം ആദ്യം എത്തുന്നത് പുരാതന കഥകളിൽ മാത്രം കേട്ട് പരിചയമുള്ള നന്ദി രൂപത്തിൻ്റെ അടുത്തേക്കാണ്. ക്രിസ്തുവർഷം 14-ാം ശതകത്തിൽ നിർമ്മിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ നന്ദിയും അതിൻ്റെ നിർമ്മിതിയും നമ്മിൽ അത്ഭുതം സൃഷ്ടിക്കുന്നവ തന്നെയാണ്. പിന്നീട് നമുക്ക് സർപ്പക്കല്ലും മാടമ്പി വിളക്കുമെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. വിവിധ തരത്തിൽ നമ്മുടെ പൂർവികർ നിർമ്മിച്ച പാത്രങ്ങൾ, അവയുടെ പഴക്കം, നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ, ഇവയെല്ലാം ഓരോ വസ്തുവിൻ്റെയും അരികിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നെ ഏറെ ആകർഷിച്ചത് വയനാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയ ചില ആയുധങ്ങളും ശില്പങ്ങളും തന്നെയാണ്. നമുക്ക് പകർന്നു തരുവാൻ എന്നതുപോലെ അവർ കൊത്തിവെക്കാൻ ശ്രമിച്ച ലിപികളും നമ്മിൽ ആകാംക്ഷ ഉണർത്തുന്നു. എങ്ങനെയായിരിക്കും കൂർത്ത പാറക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് ഇത്ര മനോഹരമായ ശില്പങ്ങളും രൂപങ്ങളും അവർ കൊത്തിയെടുത്തിട്ടുണ്ടാകുക? എന്തായാലും ഇനി വയനാട് വരുമ്പോൾ കാണാൻ മറക്കരുത് വയനാട് ഹെറിറ്റേജ് മ്യൂസിയം. കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണം നമ്മുടെ ഈ നിധി കൂമ്പാരത്തെ. ഒരു തലമുറ അവരുടെ കഷ്ടപ്പാടിൻ്റെ, ത്യാഗത്തിൻ്റെ പ്രതീകമായി നമ്മൾ ഇന്നും സൂക്ഷിക്കുന്ന ഈ നിധി കൂമ്പാരത്തിൽ നിന്നാണ് നമ്മുടെ പുതിയ തലമുറ നമ്മെക്കുറിച്ചും നമ്മുടെ പൂർവികരെക്കുറിച്ചും കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. അങ്ങനെയല്ലേ? ചരിത്രത്തിൽ അത്ര വലിയ കമ്പമൊന്നുമില്ലാതിരുന്ന എന്നിൽ പോലും ഏറെ ആകാംക്ഷ ഉണർത്തുന്നതായിരുന്നു ഈ ഓരോ കാഴ്ചകളും. പാറക്കഷ്ണങ്ങൾക്കിടയിൽ അവർ കൊത്തിവെച്ച ലിപികളിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ഭാഷയുടെ ആവിർഭാവം എന്നുള്ളത് അത്ഭുതം തന്നെയല്ലേ? ഇന്നു നാം ഉപയോഗിക്കുന്ന പല വസ്തുക്കളും വരും തലമുറ ഈ മ്യൂസിയത്തോട് ചേർത്ത് വെക്കില്ലെന്ന് ആര് കണ്ടു? കഴിഞ്ഞുപോയ തലമുറയും ഇപ്പോഴത്തെ തലമുറയായ നമ്മളും ഇനി വരാൻ പോകുന്ന തലമുറകളും എല്ലാം ഇങ്ങനെയുള്ള മ്യൂസിയങ്ങളിൽ വീണ്ടും കണ്ടുമുട്ടുമായിരിക്കും. അങ്ങനെയല്ലേ?